ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് ഉറകെട്ടു പോയാൽ എങ്ങനെ ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല എന്ന്. വേറെവിടെയോ വായിച്ചു തോർക്കുന്നു, ഉപ്പ് ഉറകെട്ടു പോയാൽ അഗ്നി കൊണ്ട് അതിന് ഉറ കൂട്ടുമെന്ന്. ചില നേരങ്ങളിൽ നമ്മിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ഒരു സത്യത്തിൻ്റെ പേരാണ് ഉപ്പെന്ന്, നമ്മുടെ കഴിവുകളുടെ പേരാണ് ഉപ്പെന്ന്, നമ്മളിലെ നന്മയുടെ പേരാണ് ഉപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പണ്ടൊരിക്കൽ അച്ഛനിറങ്ങാത്ത വീട് എന്ന സിനിമയ്ക്ക് സലിം കുമാർ എന്ന നടന് സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുമ്പോൾ അദ്ദേഹം ഒരു കഥ എന്നവണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തോർക്കുന്നു. ഉണ്ടക്കണ്ണൻ എന്നായിരുന്നു കൂട്ടുകാർ അവനെ വിളിച്ചത്. തൻ്റെ കണ്ണുകൾ ഓർത്ത് ദൈവത്തോട് അവന് പരാതിയായിരുന്നു. ചിലപ്പോഴൊക്കെ കണ്ണാടി നോക്കി അവൻ കരയുമായിരുന്നു. കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചാലോ എന്നുപോലും ചിന്തിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ ആശ്വാസമായി. ഇനി സഹപാഠികളാരും കളിയാക്കില്ലല്ലോ. കോളേജിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്നു ഉണ്ടക്കണ്ണൻ വിളികളുമായി ഏതാനും കൂട്ടുകാർ. ഇതിനിടയിൽ മോണോ ആക്ടിലും മിമിക്രിയിലുമെല്ലാം അവൻ കഴിവ് തെളിയിച്ചു. അപ്പോഴും പഴയ പരിഹാസ വാക്കുകൾ അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. സിനിമയിലും അവൻ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഒരു സംവിധായകൻ അവനെ തേടിയെത്തി. താങ്കളെ എൻ്റെ സിനിമയിൽ നായകനാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തമാശ എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. അല്ല, എൻ്റെ സിനിമയ്ക്ക് ഉറക്കമില്ലാത്ത കണ്ണുകളുള്ള നായകനാണ് ആവശ്യം. ഈ സിനിമാ ലോകത്ത് അങ്ങനെയുള്ള നയനങ്ങൾ നിങ്ങൾക്ക് മാത്രമാണുള്ളത്. സംവിധായകൻ്റെ ഈ വാക്കുകൾ അയാൾക്ക് വിശ്വസിക്കാനായില്ല. ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു, അതിന് അവാർഡും കിട്ടി. അദ്ദേഹം അതിനുശേഷം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ ഉണ്ടക്കണ്ണുകളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഈ സിനിമ വരെ കാത്തിരിക്കേണ്ടി വന്നു. നമുക്കെല്ലാവർക്കും കുറവുകളും സങ്കടങ്ങളും ഉണ്ടായിരിക്കും. അതിനിടയിലും ആ കുറവുകൾ പോലും തന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന് ഓർത്തെടുക്കാനാണ് നമുക്ക് ഏറ്റവും വിഷമം. അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ കഴിവുകളെ ഉപ്പായി ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളെല്ലാം അവിടുന്ന് അനുവദിക്കുന്നതാണെന്നും അതിന് വലിയൊരു പദ്ധതി അവിടുന്ന് അവരുടെ മേൽ കാത്തുവെക്കുന്നുണ്ടെന്നും നമുക്ക് ഓർക്കാം. നല്ല ഈശോയുടെ തിരുസന്നിധിയിൽ ഉറകെട്ട് പോകാതെ നല്ല ഉപ്പായി നല്ല മനുഷ്യരായി ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ദൈവം നിക്ഷേപിച്ച നന്മയുടെ ആ ലവണങ്ങൾ നമുക്ക് നശിപ്പിക്കാതിരിക്കാം. ആമേൻ.